ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പൈനാപ്പിൾ കേക്കാണ് ഉണ്ടാക്കുന്നത്. 2 ടയർ പൈനാപ്പിൾ കേക്ക്. 25ാം വിവാഹ വാർഷികം, വെഡ്ഡിംഗ് സെഞ്ചുറിയാണ്. സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് എൻ്റെയും എൻ്റെ ഫ്രണ്ടിൻ്റെയും സിൽവർ ജൂബിലിയാണ്. അതിനോടനുബന്ധിച്ച് ഞാനുണ്ടാക്കിയ ഒരു 2 ടയർ പൈനാപ്പിൾ കേക്കാണ്. വളരെ രുചികരമായതും എന്നാൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ സിമ്പിളായ നല്ലൊരു കേക്കാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അതിന് വേണ്ടി എടുക്കേണ്ടത് മൈദപ്പൊടിയാണ്. ആദ്യം തന്നെ 1.5 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 1.5 കിലോയുള്ള കേക്കാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊരു 3 വട്ടം അരിച്ചെടുക്കുക. 1.5 കപ്പിന് എടുക്കുമ്പം നമുക്ക് 1.5 കിലോയുടെ കേക്കാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പം 1.5 കപ്പിന് വേണ്ടി 6 മുട്ടയും 1 ടേബിൾ സ്പൂൺ വനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് മുട്ടയുടെ സ്മെല്ലൊക്കെ മാറി ഇത് നന്നായിട്ടൊന്ന് ബീറ്റായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന 1.5 കപ്പ് പഞ്ചസാര, 1.5 കപ്പ് മൈദപ്പൊടി ഉള്ളതുകൊണ്ട് 1.5 കപ്പ് പഞ്ചസാര അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പൊടിച്ചതിന് ശേഷം 1.5 കപ്പാണ് വേണ്ടത്. വെജിറ്റബിൾ ഓയിൽ ഒരു 1/4 കപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര എടുത്താൽ 1.25 കപ്പ് പൊടിച്ച പഞ്ചസാര വരും. അപ്പോൾ നമ്മൾ അളക്കുമ്പോൾ ഒരു 3/4 കപ്പ് എടുക്കുകയാണെങ്കിൽ 1 കപ്പ് കറക്റ്റായിട്ട് പൊടിക്കുമ്പോൾ കിട്ടും. പിന്നെ 2 ഡ്രോപ്പ് യെല്ലോ കളറും കൂടിയാണ് ഇതുപോലെ ഒരു കളറിന് വേണ്ടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്, പൈനാപ്പിൾ കേക്ക് ആയതുകൊണ്ട്. പിന്നെ നമ്മളിത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറേശ്ശെ പല പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് വളരെ സ്ലോയിൽ ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൈനാപ്പിൾ ജ്യൂസാണ് ഒരു 1/4 കപ്പ്. ഇതിനകത്തേക്ക് പലവട്ടമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഒറ്റയടിക്ക് ഇതെല്ലാം കൂടെ ചെയ്ത് കൊടുക്കരുത്. ഇപ്പോൾ ഞാൻ 2 ട്രിപ്പ് കുറേശ്ശെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിലിരിക്കുന്ന പാലായിരിക്കരുത്, റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം. അതെടുത്ത് അതും കൂടെ ഒന്ന് ചെറുതായിട്ട് ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കണം. ഇതൊരു 3-4 വട്ടമായിട്ടാണ് ഞാൻ 1.5 കപ്പ് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ഇത് കട്ട കിട്ടും. അതുകൊണ്ടാണ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് പയ്യെ നമുക്കിത് പല വട്ടമായിട്ട് ഇങ്ങനെ ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. പൊടി ഇടുക, പൈനാപ്പിൾ ജ്യൂസ് ഒഴിക്കുക, പാലൊഴിക്കുക. ഇതുപോലെ 2-3 വട്ടം നമുക്ക് ഇത് റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് തീരുന്നത് വരെ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ലാസ്റ്റ് പൊടിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള പൈനാപ്പിൾ ജ്യൂസും പാലും ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതാ ഒരു 1/4 കപ്പ് ഇപ്പം ജ്യൂസ് തീർന്നിട്ടുണ്ട്. ബാക്കി പാലും കൂടി ഉള്ളതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഞാൻ വിസ്ക് വെച്ചും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ബീറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നിലിട്ടിട്ട് പയ്യെ ഒന്ന് ചെയ്യാവുന്നതാണ്. ഇനി 2 ട്രേയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്, കേക്ക് ടിന്നിലേക്ക്. അപ്പം 7 ഇഞ്ചിൻ്റെ 6 ഇഞ്ചിൻ്റെയാണ്. ശരിക്കും നമ്മൾ 2 ടയറൊക്കെ ഉണ്ടാക്കുമ്പം ഒരു 2 ഇഞ്ചിൻ്റെ വ്യത്യാസം വേണം. അതിപ്പം അല്ലെങ്കിൽ കണ്ടില്ല നമ്മളിപ്പം ചേർന്നിരിക്കുന്ന പോലെ തോന്നും. 1 ഇഞ്ചിൻ്റെ വ്യത്യാസമാകുമ്പോൾ നമ്മൾ ക്രീമെല്ലാം കൂടി ഇട്ടിട്ട് വരുമ്പോഴത്തേനും അപ്പം 6 ഇഞ്ചും 7 ഇഞ്ചും എടുക്കുമ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കുറച്ച് സൈസ് ചേർന്നിരിക്കും. അപ്പം ഒരു 2 ഇഞ്ചിൻ്റെ വ്യത്യാസത്തിൽ നമ്മൾ കേക്ക് ടിൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു 2 ടയറിൻ്റെ ഒരു ഷേപ്പ് കിട്ടും. 1.5 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് ഇതിനകത്തേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. ഐസിങ്ങിന് വേണ്ടിയുള്ള കുറച്ച് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള ഫില്ലിങ്ങിന് വേണ്ടിയൊക്കെ ഉള്ളതാണ്. ഇതിനകത്തേക്ക് പൈനാപ്പിൾ പേസ്റ്റാണ്. പൈനാപ്പിൾ പേസ്റ്റ് പൈനാപ്പിൾ നന്നായിട്ട് വേവിച്ച് പഞ്ചസാര ഇട്ട് വേവിച്ച് മിക്സിയിൽ അടിച്ചൊന്ന് അരിച്ചെടുത്താണ്. അത് ഈ പേസ്റ്റ് കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. നമുക്ക് വിപ്പിംഗ് ക്രീമിൽ നമ്മൾ ഇത് ഇടയ്ക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ നല്ലൊരു പൈനാപ്പിളിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടും, നല്ല രുചിയായിരിക്കും. അപ്പോൾ കേക്ക് ഇതാ ഇവിടെ 2ഉം നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് തണുത്തതിന് ശേഷം ഒന്ന് മുറിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഡിമോൾഡ് ചെയ്തിട്ടുണ്ട്. ഈ കേക്ക് ഇതുപോലെ എടുത്തതിന് ശേഷം ഇതാണ് നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ സ്പോഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, 2 കേക്കും. അപ്പോൾ ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഞാനിതുപോലെ 3 ലെയറായിട്ട് ആദ്യം ഒന്ന് ഒരു അടയാളം വെച്ച് കൊടുക്കുക. അതിന് ശേഷം പിന്നെ 3 ലെയറായിട്ടൊന്ന് മുറിച്ചെടുക്കുക. മുകളിലത്തെ കേക്ക് ലെയറിന് ഒരു ലേശം കനം കുറഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ അതിൻ്റെ നടുവിലൊരു കുഴി വീണിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ടോ ഇച്ചിരി കീറിപ്പോയി.
അത് സാരമില്ല, നമുക്ക് ക്രീം ഇട്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പം ബാക്കി 2 ലെയറും കൂടെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഒരു 2-3 വട്ടമൊക്കെ നമുക്ക് കണ്ടു കഴിയുമ്പോൾ എത്ര അറിയത്തില്ലാത്തവർക്കാണെങ്കിലും കേക്കൊക്കെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എനിക്കും ആദ്യം ഒട്ടും മനസ്സിലാവുന്നില്ലായിരുന്നു, ക്രീമൊക്കെ ഇടുമ്പം ഒട്ടും ശരിയാവുന്നില്ലായിരുന്നു. പിന്നെ ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇത് ചെയ്ത് പഠിക്കത്തുള്ളൂ. എത്രയാണെന്ന് പറഞ്ഞാലും എത്ര അറിയത്തില്ലാത്തവരാണെങ്കിലും പഠിക്കും. അപ്പോൾ അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയാണ് പൈനാപ്പിൾ പേസ്റ്റ്, പൈനാപ്പിൾ ക്രഷ്, പിന്നെ ജ്യൂസുണ്ട്. ജ്യൂസ് ഞാൻ സോക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്, ഷുഗർ സിറപ്പിന് പകരം. ഇനി നമുക്കിതൊന്ന് ക്രീം കോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഇതുപോലെ ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരല്പം വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. കേക്കൊന്ന് തെന്നി പോകാതിരിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് മുറിച്ചെടുത്ത വലിയ കേക്കിൻ്റെ ആദ്യത്തെ ഒരു ലെയർ വെച്ച് കൊടുക്കാം. ആ ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പൈനാപ്പിൾ സിറപ്പ് കൊണ്ടാണ് ഇത് സോക്ക് ചെയ്തെടുക്കുന്നത്. പൈനാപ്പിൾ വേവിച്ച് കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് വേവിച്ച് അരിച്ചെടുത്ത വെള്ളമാണ്. അതൊഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീമാണ്. ക്രീം നമ്മൾ ബീറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഫ്രിഡ്ജിലേക്കൊന്ന് വെച്ച് കൊടുക്കണം. ആ ക്രീം വെച്ച് കൊടുത്തതിന് ഇതുപോലെ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കാണ് ഫില്ലിങ്ങിന് വേണ്ടി പൈനാപ്പിൾ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ക്രീമിനകത്ത് അല്പം പേസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് പുറമെയാണ് ഇപ്പം ഈ പേസ്റ്റും ഈ ക്രഷും കൂടെ ഇട്ട് കൊടുക്കുന്നത്. പൈനാപ്പിളിൻ്റെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും, തിന്നുമ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കേക്ക് കഴിക്കാനായിട്ട്. പൈനാപ്പിളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ ഇനി രണ്ടാമത്തെ കീറിയ ലെയറാണ്. നടുഭാഗം ഒരു ലേശം ഹോൾ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിതിനകത്ത് ക്രീം ഇട്ടിട്ട് വേണം ഫില്ല് ചെയ്യാൻ. അപ്പം സൈഡിലൊക്കെയുള്ള ക്രീമൊക്കെ ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി വീണ്ടും നമുക്ക് അതേ പ്രോസസ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. പൈനാപ്പിൾ സിറപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തതിന് ശേഷം ക്രീം ഇട്ട് കൊടുക്കുക. അപ്പോൾ ക്രീം ഇട്ട് ലെവലാക്കി കഴിയുമ്പോൾ ആ ഹോളൊന്നും നമുക്ക് മനസ്സിലാകില്ല, അതെല്ലാം ഫില്ലായിപ്പോയി. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ പേസ്റ്റ് ഒരു സ്പൂൺ പേസ്റ്റും ക്രഷും കൂടി ഇട്ട് കൊടുക്കുക. അടുത്ത ലെയർ വെക്കുക. സെയിം പ്രോസസ്സ്. അപ്പം സൈഡൊക്കെ ഇതൊന്ന് ലെവലാക്കി എടുക്കുക. അതോടൊപ്പം തന്നെ പിന്നെ ഇതുപോലെ തന്നെ ചെയ്യുക. പൈനാപ്പിൾ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക, ക്രീം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ആദ്യത്തെ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. തയ്യാറാകുക മീൻസ് ഇത് മുകളിൽ മൂന്നാമത്തെ ലെയറിൽ പിന്നെ നമുക്കിത് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ക്രഷൊന്നും ഒഴിച്ച് കൊടുക്കണ്ട, ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ ഇത് ക്രീം കോട്ട് തയ്യാറാക്കി ആയിട്ടുണ്ട് ഇവിടെ. ക്രീം കോട്ട് ചെയ്തതിന് ശേഷം കൂടി 10 മിനിറ്റ് സമയം നമുക്ക് ഫ്രിഡ്ജിലേക്കൊന്ന് വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ടല്ലോ. അപ്പം പിന്നെ ഒത്തിരി മിനക്കേണ്ട കാര്യമില്ല. ഏകദേശം ഒരു ലെവൽ കിട്ടിയാൽ മതിയാവും. ഇത്രയൊക്കെ മതി. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടെ നമുക്ക് ഐസിങ് ചെയ്യാനുള്ള, അത് ഫ്രിഡ്ജിലേക്ക് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ അതിൻ്റെ മുകളിൽ വെക്കാനുള്ള കേക്കാണ്. അത് ഇതുപോലെ തന്നെ സെയിം പ്രോസസ്സ് നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ പറഞ്ഞില്ല 2 ടയറും 3 ടയറും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു 2 ഇഞ്ചിൻ്റെ വ്യത്യാസം എന്താണേലും ഉണ്ടായിരിക്കണേ. ഓരോ ഇഞ്ചിൻ്റെ വ്യത്യാസത്തിൽ നമ്മൾ ടിന്നെടുക്കുമ്പം കേക്കിൻ്റെ ആ ഭംഗി അത്ര ഇങ്ങോട്ട് കിട്ടത്തില്ല. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ. ഒരേപോലെ ഏകദേശം ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു 2 ഇഞ്ച് വ്യത്യാസത്തിൽ വേണം ഇത് ചെയ്യാൻ. അപ്പോൾ രണ്ടാമത്തേതും സെയിം പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ക്രീം കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലേക്കൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. ഒരു 10 മിനിറ്റ് സമയം ഫ്രിഡ്ജ് വെച്ചാൽ മതിയാവും. അപ്പോൾ ഒന്ന് സെറ്റായി വരും. അതിനുശേഷം നമുക്ക് ഐസിങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതും ആയിട്ടുണ്ട്. അത് ഞാൻ വെച്ചു. അപ്പം രണ്ടാമത്തെ കുറച്ച് സമയം ആയിട്ടുണ്ടായിരുന്നു, 10-15 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതെടുത്തു. ഇനി അത് നമുക്ക് ഇതുപോലെ ഉണ്ടോ ഐസിങ് ചെയ്യാനാണ്. അതിനകത്തേക്ക് ഒരല്പം ഞാൻ കളർ ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരു ഡ്രോപ്പ് കളർ ആ ക്രീമിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഒരു ലൈറ്റ് യെല്ലോ കളർ കാണുന്നത്. അത് ഈ പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവർ കളർ കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തതേ ഉള്ളൂ. അപ്പം ഐസിങ് ഇതുപോലെ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. ഐസിങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തുടക്കക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാകും. ആദ്യമൊക്കെ
എനിക്ക് എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. നമ്മൾ ചെയ്ത് ഇതുപോലെ ലെവലൊക്കെ ആയി വരും. എനിക്കിപ്പോഴും വലിയ ലെവലൊന്നും ആയിട്ടില്ല, എന്നാലും ഒപ്പിക്കാം, വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് സ്ക്രാപ്പ് വെച്ചത് ലെവൽ ലൈനിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം രണ്ടാമത്തെ ഇതുപോലെ തന്നെ ഞാനത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തേത് ഇതുപോലെ അതും ചെയ്ത് കൊടുക്കാം, ഐസിങ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ മുകളിലേക്ക് 2 ടയറിനൊക്കെ വെക്കുമ്പോൾ മുകളിലേക്ക് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് പൈനാപ്പിളിൻ്റെ ഡ്രോപ്പൊക്കെ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് അല്പം തണുത്തിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതൊന്ന് ലെവലാക്കി എടുക്കുക. ലെവലാക്കി എടുത്തതിന് ശേഷം ഉണ്ടോ, ആദ്യത്തെ കേക്കാണിത്. ഇത് ഞാൻ പൈനാപ്പിളിൻ്റെ ഇതാണ് സിറപ്പ് വേവിച്ച് അതൊന്ന് മിക്സിയിൽ നന്നായിട്ട് അരിച്ചെടുത്തു. അങ്ങനെ നമുക്ക് ചേർക്കാം, അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റിനകത്തോട്ട് നമുക്ക് കളർ ചേർത്തിട്ടും ചെയ്യാവുന്നതാണ്. അങ്ങനെ 2 കേക്കും ഇങ്ങനെ 2 ടയർ പോലെ ആക്കിയെടുത്തു. പക്ഷേ ഒരു വലിയ വ്യത്യാസം വന്നില്ല, ഏകദേശം ചേർന്നിരിക്കുന്ന പോലെ ഉണ്ടല്ലേ. അതേപോലെ അതാ ടിന്നിൻ്റെയാണ്. നമുക്ക് എപ്പോഴും 6 ഇഞ്ചും 7 ഇഞ്ചും ഒക്കെ എടുത്താൽ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ കേക്കൊക്കെ തയ്യാറായി, പേരൊക്കെ എഴുതി ഒരു ടോപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ചോക്ലേറ്റ് കൊണ്ട് ഞാൻ പേരെഴുതി, ഒരെണ്ണം ഫോണ്ടൻറ്റും കൊണ്ടും പേരെഴുതിയതാണ്. അപ്പം ഈ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.